ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കൊല്ലങ്ങൾക്ക് മുമ്പ് പരലോകവും സ്വർഗവും നരകവും വിചാരണയും ഒക്കെ പറഞ്ഞ് മുസ്ലിം സ്ത്രീകളെ ഭയപ്പെടുത്തി നാവടച്ച് പൗരോഹിത്യം നിയന്ത്രിച്ചിരുന്നു. അതുപോലെ എന്തായിരുന്നാലും ഇനി നടക്കില്ല. കാരണം മുസ്ലിം സ്ത്രീകൾക്ക് മനസ്സിലായി, നമ്മളെ ഭയപ്പെടുത്തുകയും നിയന്ത്രിച്ച് വരുതിയിലാക്കി നമ്മളെ പേറിയന്ത്രമാക്കി മാറ്റാനുമുള്ള പുരുഷന്മാരുടെ ചിന്താഗതിയും ആ മതം ഉൽപ്പാദിപ്പിച്ച സംസ്കാരവുമാണ് നമ്മുടെ വ്യക്തിത്വ വികാസത്തിനും ഒരു മനുഷ്യനായി അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയ്ക്കും എതിരായത്. അതുകൊണ്ട് ഇത്രയും കാലവും ഞങ്ങളെ ഭയപ്പെടുത്തിയില്ലേ? തൊലാക്ക് കാണിച്ചു, അള്ളാഹുവിൻ്റെ സ്വർഗം നരകം ശിക്ഷ, ഭർത്താവിൻ്റെ കാൽപാദത്തിനടിയിലാണ് ഭാര്യയുടെ സ്വർഗം എന്നൊക്കെ പറഞ്ഞ് കുറെ ആയില്ലേ ഈ തരികിട പരിപാടികളൊക്കെ തുടങ്ങിയിട്ട്? നിർത്താനായില്ലേ? അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ ഇന്ന് സമൂഹത്തിലെ സകലമാന വിഷയങ്ങളിലും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ അത് ആ വിഷയം ഈ വിഷയം മറ്റേ വിഷയം മതം വില്ലനായി വരുന്ന, മതം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന, മതം ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന എല്ലാ മേഖലകളിലും മുസ്ലിം സ്ത്രീകൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു സ്ത്രീ പ്രതികരിക്കുകയാണ് ഹലാൽ വിഷയത്തിൽ. ഇത് റമളാൻ മാസമാണ്. ഏറ്റവും കൂടുതൽ തുപ്പിയതും ഡാഷിയതുമൊക്കെ കൂടുതൽ വിപണികളിൽ എത്തുന്നു. നോമ്പില്ലാത്തവന് ഭക്ഷണം കൊടുക്കാൻ പാടില്ല, നോമ്പില്ലാത്തവര് പട്ടിണി കിടന്ന് മരിച്ചോട്ടെ. ആ മുസ്ലിങ്ങളാണെങ്കിലും ശരി, നമ്മുടെ വിശ്വാസത്തിന്റെ അനുഷ്ഠാനത്തിന്റെ മതത്തിന്റെ ഭാഗമായിരിക്കുന്ന ഈ ഒരു നോമ്പ് എല്ലാവരും ഒന്നുപോലെ തന്നെ ആചരിക്കട്ടെ എന്നുള്ള നിർബന്ധ ബുദ്ധി ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പഠിപ്പിച്ച ഖുർആനിന്റെ വക്താക്കൾക്ക് നല്ലതാണോ? മതത്തിൽ ബലാത്കാരമില്ല, ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എൻ്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഇങ്ങനെയല്ലേ തള്ളിമറിക്കാറുള്ളത്? അങ്ങനെയുള്ളവരെ എന്തുകൊണ്ടാണ് നോമ്പ് കാലങ്ങളിൽ ഹോട്ടലുകൾ അടച്ചിടുന്നത്? ആ മുസ്ലിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അന്യസംസ്ഥാന തൊഴിലാളികളിലെ കടുകട്ടിയായിട്ടുള്ള പണി, ഈ പൊരി വെയിലിൽ ഈ മീനച്ചൂടിലെടുക്കുന്ന ആളുകൾ, അവർക്കൊക്കെ എന്തെങ്കിലും കഴിക്കണ്ടേ? എത്രയോ ദൂരെ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളില്ലേ, അവർക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? അപ്പോ നമ്മൾ പന്നിയിറച്ചി തിന്നില്ല, ആരും തിന്നരുത്, അതെങ്ങനെ ശരിയാകും? ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളിലല്ലേ മുന്നോട്ട് പോകേണ്ടത്. നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാത്തത്? എന്തുകൊണ്ടാണെന്നല്ലേ? നമ്മുടെ മതത്തിൽ അതില്ലാത്തോണ്ട്. ഭൂമിയിൽ കുഴപ്പമില്ലാതാക്കുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആയിത്തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പഠിപ്പിച്ചില്ലേ? എന്താ അതിന്റെ അർത്ഥം? അവന്റെ കഴുത്തിൽ കത്തിവെക്കണം, അവൻ ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ വെറുതെ വിട്ടേക്ക്. അതല്ലെങ്കിൽ അവനോട് കഴുത്ത് നീട്ടി തരാൻ പറ, വെട്ടിയേക്ക്. അതുമല്ലെങ്കിൽ നാടുകടത്ത്. അതുമല്ലെങ്കിൽ നമ്മുടെ മതത്തിലേക്ക് വന്നോ, സുഖസുന്ദരമായിട്ട് അവൻ ജീവിച്ചോട്ടെ. ഇനി അതൊന്നുമല്ലെങ്കിൽ ഒരു പഴുതുകൂടി അള്ളാഹു ബാക്കി വെക്കുന്നുണ്ട്, ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് ജിസിയ തന്ന്, നികുതി തന്ന്, പണ്ട് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുലക്കരം, മീശക്കരം. അതുപോലെ നിങ്ങൾ ഞങ്ങൾക്കൊരു ജിസിയ തന്ന്, നികുതി തന്ന്, ഈ നാട്ടിൽ ഞങ്ങൾ തരുന്ന ഔദാര്യമാണ് നിങ്ങളുടെ കഴുത്തിന് മുകളിലുള്ള ഈ തല. അങ്ങനെ അങ്ങ് പോയിക്കോളാൻ. എങ്ങനെയുണ്ട്? മുസ്ലിം സ്ത്രീകൾ ശക്തരാണ്. സ്ത്രീ ശാക്തീകരണം ഇസ്ലാം പഠിപ്പിച്ചതല്ല, പക്ഷേ അവർ സ്വയം ശക്തി ആർജിച്ചെടുത്തു, എടുക്കേണ്ടി വന്നു. അതൊക്കെയോ. നമസ്കാരം. സോഷ്യൽ മീഡിയയിലും ടി വിയിലും ഒക്കെ ഇപ്പം ഹലാലാണ്, ഹലാൽ ഭക്ഷണമാണ് ഭയങ്കരമായിട്ട് കത്തിക്കയറി നിന്ന് പോകുന്നത്. ഹലാൽ ഭക്ഷണത്തെ കുറിച്ചിട്ട് ഇന്ന് ഡിവൈഎഫ്ഐയിലെ നേതാക്കൾ ഒക്കെ പറയുന്നത് കേട്ടു. ഭക്ഷണത്തെ പോലും RSS
മതവൽക്കരിച്ചു എന്നാണ് അവർ പറയുന്നത്. ഭക്ഷണത്തിൽ വിഭാഗീയത അല്ല, ഭക്ഷണത്തിലും വസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും വിവാഹത്തിലും പൊതുനിരത്തുകളിലും എന്നു വേണ്ട, ഫ്ലാറ്റിലും മഞ്ഞപ്പൊടിയിലും ഉണക്കമീനിലും ബാങ്കിലും അടക്കം മതം കൊണ്ടുവന്നത് ഇവരല്ലേ? അല്ലേ? ഹലാൽ ഭക്ഷണത്തെ മതാന്ധത പിടിച്ച RSSകാര് പിന്നെ മതത്തെ കൂട്ടിച്ചേർത്തു, ഭക്ഷണത്തിൽ പോലും മതത്തെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടുള്ളതായിരുന്നു അവരുടെ ഡിവൈഎഫ്ഐയുടെ ന്യായീകരണം. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് വളരെ തെറ്റായ ഒരു നയമാണ്. ഭക്ഷണത്തെ മതവുമായിട്ട് കൂട്ടിയോജിപ്പിക്കരുത്, അല്ലെങ്കിൽ ഭക്ഷണത്തെ മതവൽക്കരിക്കരുത് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഹലാലിനെ കുറിച്ച് സംസാരിക്കുന്നത് പോലും വിലക്കണം, അല്ലെങ്കിൽ പോസ്റ്റുകൾ പോലും വിലക്കണമെന്ന് CPM പറയുവാണ്. ഇപ്പൊ ഇതിന്റെ പേര്, അതായത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയാൻ പാടില്ല. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു നയമോ നിലപാടോ നിയമമോ ഉണ്ടായിരുന്നില്ല. ഈ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യത്ത് ഒരു വ്യക്തി അവരുടെ അഭിപ്രായം പോലും പറയാൻ പാടില്ല. ആ അഭിപ്രായത്തിനു മേലെ കൂച്ചു വിലങ്ങിടുകയാണ് പിണറായി വിജയൻ. പറയുവാണ്. നമ്മൾ കഴിഞ്ഞ തവണ എന്താണ് RSSകാർക്കെതിരെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയതുപോലെ ഇവർ ഭക്ഷണത്തിൽ ഒരു എന്താണ് മതം കണ്ടതുകൊണ്ട്, ഹലാൽ ഭക്ഷണത്തിൽ ഒരു മതം കണ്ടതുകൊണ്ട് ബീഫ് ഫെസ്റ്റിവൽ പോലുള്ള പരിപാടികൾ ആണ് ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. നല്ല കാര്യമാണ്. ബീഫ് ഫെസ്റ്റിവൽ പോലുള്ള നിങ്ങൾ നല്ല ആസൂത്രണം ചെയ്യുമ്പോൾ മലപ്പുറത്തോ മഞ്ചേരിയിലോ കോഴിക്കോടോ അങ്ങനെയുള്ള ഭാഗത്ത് പോയി ഭക്ഷണത്തിൽ മതം കാണുന്നില്ല എങ്കിൽ നിങ്ങൾ പന്നിയെ അറുത്തിട്ട് പന്നി ഫെസ്റ്റിവൽ നടത്തണം. അതാണ് വേണ്ടത്, അല്ലേ? പിഗ് ഫെസ്റ്റിവൽ നടത്ത്, ബീഫ് ഫെസ്റ്റിവൽ നടത്തിയില്ലേ? അതുപോലെ മലപ്പുറം കോഴിക്കോട് പോലെയുള്ള മുസ്ലിം മെജോറിറ്റി മേഖലകളിൽ അങ്ങനെ ചെയ്യണം. അതല്ലേ മതേതരത്വം പൂത്തുലയുന്നു എന്ന് നമുക്ക് പറയാം. ഞാനൊന്ന് ചോദിക്കട്ടെ ഈ CPMകാരോട് അല്ലെങ്കിൽ DYFIക്കാരോട്, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ മതം ചേർക്കുന്നു അല്ലെങ്കിൽ മതവും ഭക്ഷണവുമായി ചേർത്ത് വെക്കുന്നു എന്ന് ഇങ്ങനെ RSSകാരാണ് ഇത് ചേർത്ത് വെക്കുന്നത് എന്ന് നിങ്ങൾ ഉച്ചത്തിൽ പറയുമ്പോൾ ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് ഭക്ഷണത്തിൽ മതത്തെ കൊണ്ടുവന്നത്? ഹലാൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഈ കൊച്ചു കേരളത്തിൽ കൊണ്ടുവന്നത് ആരാണ്? ഹലാൽ ബോർഡുകൾ ഉള്ള ഭക്ഷണം വളരെ നല്ലതാണ് എന്നുള്ള പബ്ലിസിറ്റി ആരാണ് കൊടുത്തത്? എല്ലാ ഭക്ഷണത്തിലും, എല്ലാ പാക്കറ്റ് ഫുഡുകളിലും, എല്ലാ പാക്കറ്റ് ആയിട്ടുള്ള സാധനങ്ങളിലും ഹലാൽ എന്ന പേര് ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? ആരാണ് ഭക്ഷണത്തെ മതവൽക്കരിച്ചത്? ആരാണ്? ഈ ഹലാൽ എന്ന് പറയുന്ന ഒരു ബോർഡ് കൊണ്ടുവന്ന ആരാണോ അവരാണ് ഇതിനെ മതവൽക്കരിച്ചത്. ഹലാൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു ആശയമാണ്. ആ ആശയം കേരളത്തിലെ മൊത്ത ജനങ്ങളും ഉൾക്കൊള്ളണം എന്ന് ശഠിക്കുന്നതിന്റെ ഭാഗം, അല്ലെങ്കിൽ എല്ലാവരെയും ആ ഒരു ഗണത്തിലേക്ക് കൊണ്ടുവരണം, അവരിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. പണ്ട് കാലങ്ങളിൽ ഞാനൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിലോ പഠിക്കുന്ന സമയത്തൊന്നും ഞങ്ങൾ ആരും എവിടെയും ഹലാൽ ബോർഡുകൾ കണ്ടിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഈ പറയുന്ന ഇത്രയും വിദ്യാസമ്പന്നതും ശാസ്ത്രം ഇത്രയും പുരോഗമിക്കുകയും പിന്നെ ഒക്കെ ചെയ്തു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും എല്ലാത്തിലും, തേയിലയിലാവട്ടെ, പഞ്ചസാരയിലാവട്ടെ, ശർക്കരയിലാവട്ടെ, ഹോട്ടലിലാവട്ടെ, എന്ത് സാധനത്തിലും ഹലാൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആരാണ് അപ്പൊ ഹലാലിനെ ഇത് കൊണ്ടുവന്നത്? അത് ഈ പറയുന്ന RSSകാർ കൊണ്ടുവന്നതാണോ? ഈ പറയുന്ന ഹലാൽ എന്ന് പറയുന്ന ബോർഡ് തൂക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഹലാൽ എന്ന് പറയുന്ന ആ ആശയത്തെ പേറുന്നവർ ആരാണോ അവരാണ് ഭക്ഷണത്തിൽ മതം കൊണ്ടുവന്നത്, അല്ലാതെ RSSകാരല്ല. RSSകാരന്റെ കടയിലാണോ ഹലാൽ ബോർഡ് തൂക്കിയിരിക്കുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ മതവൽക്കരിക്കപ്പെട്ടു. ഈ തിരുവനന്തപുരം ജില്ലയിലെ കല്ലാട്ടുമുക്കിലുള്ള ഒരു സ്കൂളിന്റെ പേരാണ് അലിഫ്. ആ സ്കൂളില് ചെറിയ മക്കളുണ്ടല്ലോ, അലിഫ്, ചെറിയ ക്ലാസ്സിലെ 1ാം ക്ലാസ് KG, അവര് ജുബ്ബയും തൊപ്പിയും ഇട്ടു പോകും. പെൺകുട്ടികൾ അപ്പിക്കുപ്പായവും ഇട്ടു പോകും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. 4ഉം 5ഉം 6ഉം വയസ്സായ മക്കൾ, ആൺകുട്ടികള് ജുബ്ബയും തൊപ്പിയും ഇട്ട്, വലത്തൊപ്പി, പെൺകുട്ടികള് പർദ്ദയും മക്കരയും ഇട്ട്. എങ്ങനെയുണ്ട്? മുഖം വരെ മറച്ചിരിക്കുന്നു. ആരാ മതം കൊണ്ടുവന്നത്? നമ്മള് തോളോട് തോൾ ചേർന്നിരുന്ന് ജാഫറും ജോർജും ജനാർദ്ദനനും എല്ലാവരും ഒരുമിച്ചിരുന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ മതമുണ്ടായിരുന്നില്ല. നമ്മുടെ സൗഹൃദത്തിൽ, നമ്മുടെ കുട്ടിക്കാലത്ത്, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ അയൽക്കാർക്കിടയിൽ, നമ്മുടെ വിവാഹ സദസ്സുകളിൽ ഒന്നും ഇല്ലാതിരുന്ന മതം എപ്പോഴാണ് വരാൻ തുടങ്ങിയത്? ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും പോപ്പുലർ ഫ്രണ്ടും SDPIയും ഇവരൊക്കെ സ്വർഗവും നരകവും ഞമ്മന്റെ ആളുകളും അന്യമതക്കാരും ഇങ്ങനെ വേർതിരിവുകൾ സമൂഹത്തിൽ വാരി വിതറാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ
എല്ലാ വിഷയത്തിലും മതം കടന്നു വന്നു. ാണോ ഭക്ഷണത്തിൽ മതം കൊണ്ടുവന്നത്? ഭക്ഷണത്തിൽ മതം കൊണ്ടുവന്നത് നിങ്ങളാണ്. ഹലാൽ ബോർഡ് തൂക്കിയവരാണ് ഭക്ഷണത്തിൽ മതം കൊണ്ടുവന്നത്. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ സുഡാപ്പികളുടെ ഒരു ന്യായീകരണം ഇങ്ങനെയാണ്: ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തിയും ശുദ്ധിയുമുള്ള ഭക്ഷണം എന്നാണ് അർത്ഥമാക്കുന്നത്. അതായത് ഈ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം വൃത്തിയും ശുദ്ധിയും ഉള്ളതാണ് എന്ന്. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ വൃത്തിയും ശുദ്ധിയും ഇല്ലാത്ത ഭക്ഷണം അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത നല്ലതല്ലാത്ത ഭക്ഷണം കൊടുക്കുന്ന ഒരു ഹോട്ടൽ തുറന്നു വെച്ചിരിക്കുമോ ആരെങ്കിലും? അല്ല, നമുക്ക് ചോദിക്കാനുള്ളത് ആ ചോദ്യമല്ല, ക്രോസ് അതല്ലല്ലോ. അതായത് വൃത്തിയുള്ള ഭക്ഷണം എന്നാണ് ഹലാൽ എങ്കിൽ ഒരാൾ നോൺ ഹലാൽ ഹോട്ടൽ തുടങ്ങിയാൽ വൃത്തിയില്ലാത്ത ഭക്ഷണം എന്നാണോ അതിനർത്ഥം? അപ്പോ ഒരു ഹലാൽ ചിക്കൻ കട, ഹലാൽ ബീഫ് കട, അപ്പൊ നോൺ ഹലാൽ ബീഫ് കട, നോൺ ഹലാൽ ചിക്കൻ കട, വൃത്തിയില്ലാത്ത ചിക്കനും ബീഫോടെ കൊടുക്കുന്നെന്നാ? ഇതൊക്കെ തൊപ്പിയിട്ടവരോട് പറയാം, തട്ടമിട്ടവരോട് പറയാം. അതല്ലാത്തവരോട് പറഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല. അവർക്ക് ഇതിനകത്ത് ആളുതാമസമുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പുഴുവിനെയും കുറച്ച് പഴുതാരെ അല്ലെങ്കിൽ കുറച്ച് വൃത്തിഹീനമായ സാധനങ്ങൾ പോയി ആരെങ്കിലും പ്ലേറ്റിലാക്കി ആർക്കെങ്കിലും കൊടുക്കുമോ? അല്ല. അപ്പൊ ഇത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഒരു ആശയമാണ്. ആ ആശയത്തെ എല്ലാവരിലേക്കും അടിച്ചേക്ക് ഇപ്പം ഹലാലാണോ എന്ന് ചോദിച്ചിട്ട് ഹലാലാണെങ്കിൽ വളരെ നല്ലതാണ് എന്നുള്ള ഒരു മിഥ്യാധാരണ. ഹലാൽ ബോർഡ് വെച്ച കടകളിൽ നിന്നെല്ലാം ഭക്ഷണം. ഈ ആശയം കേരളത്തിൽ പടർത്തിവിട്ടത് പിണറായി വിജയന് മുഖ്യമായ പങ്കുണ്ട്. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിയനറുക്കുന്നതാണ് ഹലാല്, അതല്ലാതെ വൃത്തിയുള്ളത് എന്ന് മാത്രം അർത്ഥം എവിടെയുമില്ല. ഫുഡ് പോയിസൺ അടിച്ചിട്ടില്ലേ? സാൽവ കഫേ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നല്ലോ പണ്ട്. ഷമീത്തിലൊക്കെ പോയി എന്താണ് ഇത് കഴിച്ചത്, എന്താണ് ഷവർമ കഴിച്ചിട്ട് മരിച്ചു. അവിടെ ഹലാൽ ബോർഡ് ഉണ്ടായിരുന്നു. ഹലാൽ ബോർഡ് ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലല്ല ബുഹാരി ഹോട്ടൽ. എത്രയോ പ്രാവശ്യം കോർപ്പറേഷൻ അടച്ചുപൂട്ടിയ ഒരു ഹോട്ടലാണ് ബുഹാരി ഹോട്ടൽ. ഹലാൽ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പച്ച മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം. തിരുവനന്തപുരം തട്ടക്കുളങ്ങരയിലാണ് ബുഹാരി ഹോട്ടൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഹലാൽ എന്ന് പറയുന്ന കടകളിലെല്ലാം ഏറ്റവും നല്ല ഭക്ഷണമാണ് കിട്ടുന്നതെന്നും വൃത്തിയും ശുദ്ധിയും ഉള്ളതാണ് കിട്ടുന്നതെന്നുള്ള ഒരു കുപ്രചരണമാണ് നടത്തുന്നത്. അത് ഒരിക്കലും RSSന്റെ അജണ്ടയല്ല. RSS അല്ല ഹലാൽ ബോർഡ് കൊണ്ടുവന്നത്. ഒരു എന്തിനാണ് ഭക്ഷണത്തെ ഒരു കടകൾ നമ്മൾ നടത്തുന്നത്? അവിടെ നോൺ ഹലാലും ഹലാലിന്റെ ഒരു ആവശ്യമേ ഇല്ല. അതുപോലെ തന്നെ തുഷാര എന്ന് പറയുന്നവരെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വർഷങ്ങളായ ഒരാളാണ് ഞാൻ ഒരിക്കലും തുഷാരയെ കുറിച്ച് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ എനിക്ക് അവരെ അറിയില്ല. ഞാൻ പേഴ്സണലായിട്ട് പ്രത്യേകിച്ച് എനിക്ക് അറിയില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നോൺ ഹലാൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിന്റെ ഉടമയായപ്പോഴാണ് ഞാനത് കണ്ടത്. അത്രയേറെ അവരെ എതിർക്കേണ്ടുന്ന ഒരു ആവശ്യം എന്താണ്? അവരെ ഇപ്പൊ നിങ്ങൾക്ക് ഹലാൽ എന്ന് പറയുന്ന ഒരു ബോർഡ്, അതായത് ഹലാൽ എന്ന ഭക്ഷണം എല്ലാവരും എല്ലായിടത്തും ബോർഡ് വെച്ചപ്പോൾ തുഷാര ചിന്തിച്ചു, അവർക്ക് നന്ദൂസ് എന്നാണ് അവരുടെ ഹോട്ടൽ. കുറെ ആളുകൾ വരുന്നു, അവരുടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നു, ഓർഡർ ചെയ്യുന്നു. ഈ ഭക്ഷണം തീന്മേശ നിറയെ നിരത്തി വെച്ചപ്പോൾ അവർ ചോദിച്ചു, ഇത് ഹലാലാണോ? തുഷാര പറഞ്ഞു, അല്ല, നോൺ ഹലാലാണ്. ഇവരെഴുന്നേറ്റ് പോയി ആ ഭക്ഷണം മുഴുവനും വേസ്റ്റാക്കി. അപ്പോൾ ഇതുപോലെ ഒരു സാഹചര്യം ഇനി ഉണ്ടാകാതിരിക്കാൻ അവർ അഡ്വാൻസ് ആയിട്ട് നോൺ ഹലാൽ എന്ന് എഴുതി വെച്ചു. ഇനിയും ഒരാൾ ഓർഡർ ചെയ്തിട്ട് ഹലാലാണോ എന്ന് ചോദിച്ച് ഭക്ഷണം വേസ്റ്റ് ചെയ്യരുതല്ലോ. എല്ലാ മനുഷ്യനും ഭക്ഷണം അപൂർവമാണ്, അമൃതാണ്. അതിനെ അത്രമാത്രം പവിത്രമായി തന്നെ കാണണം. എല്ലാവരും രാപകലന്തിയോളം അധ്വാനിക്കുന്നത് ഭക്ഷണത്തിനു വേണ്ടി തന്നെയാണ്. ഒരു പക്ഷേ കോടികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരും ഉണ്ടാകും. ഞാൻ സാധാരണക്കാരന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ നോൺ ഹലാൽ ബോർഡ് വെച്ചപ്പോൾ അവരെ കേസിൽ കുടുക്കി, പ്രശ്നമുണ്ടാക്കി. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? അങ്ങനെയല്ലേ ഹോട്ടൽ നന്ദൂസും തുഷാരയും ഒക്കെ കൂടുതൽ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്നത്? അത്തരമൊരു പ്രചാരണം നൽകാനും കാരണം ഇവരുടെ അനാവശ്യമായ വലിച്ചിഴക്കലായിരുന്നു. നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള എത്രത്തോളം അവകാശമുണ്ടോ അതുപോലെ തന്നെയാണ് തുഷാരയ്ക്ക് നോൺ ഹലാൽ എന്ന് പറഞ്ഞ ബോർഡ് നോക്കി അവർക്കൊരു ഹോട്ടൽ തുടങ്ങാനും ഭക്ഷണം കൊടുക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഞാൻ ചോദിക്കട്ടെ, അവരുടെ കടയിൽ കയറുന്നവർ കയറട്ടെ, അത് നിങ്ങൾക്ക് എന്താണ്? അവരുടെ നോൺ ഹലാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് നോൺ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞാൽ വൃത്തിയും ശുദ്ധിയും ഒന്നും ഇല്ലാതെ അത് കഴിക്കുന്ന ആളുണ്ടെങ്കിൽ അവർ കഴിക്കട്ടെ. അതിൽ നിങ്ങൾക്ക് എന്താണ്? ഒരു കൂട്ടം ആൾക്കാർക്ക് എന്താണ്? അതുപോലെ പിന്നെ പറയുന്നുണ്ട് തുഷാര എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും ആരെയും വെളുപ്പിക്കുന്നില്ല. എനിക്ക് ഒരിക്കൽ പോലും എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടോ എനിക്ക് ഒരിക്കൽ പോലും ആ സ്ത്രീയെ എനിക്കറിയില്ല. ഞാൻ അവരെ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് കണ്ടിട്ടുള്ള. വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ അറിയില്ല. ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഒരു അറിവ് മാത്രമാണുള്ളത്. ആ അറിവ് വെച്ചിട്ട് ഞാൻ പറയട്ടെ, തുഷാര എന്ന് പറയുന്ന ആൾ വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വന്ന ഒരു ലേഡിയാണ്. വളരെ ബോൾഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് തുഷാരയെ.
അപ്പൊ എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുഷാരെ ഇപ്പൊ കേസില് തുഷാര ജയിലിലേക്ക് പോകുന്ന സമയത്ത് കുറെ ഓൺലൈൻ മാധ്യമങ്ങളും കുറെ സോഷ്യൽ മീഡിയയിലുള്ള കുറെ പോസ്റ്റുകളും ഞാൻ കണ്ടപ്പോൾ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് തുഷാര എന്തോ ഒരു പാത്രങ്ങൾ മോഷ്ടിച്ചിട്ട് ഒരു മോഷണ കുറ്റത്തിനാണ് തുഷാര ജയിലിലേക്ക് പോയത് എന്ന് പറയുന്നുണ്ട് തുഷാര എന്ന് പറയുന്ന ഒരാള് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു സംരംഭക, ഒരു സ്ത്രീ, വളരെ ബോൾഡായ ഇന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന അവർ, ഞാൻ വിശ്വസിക്കുന്നില്ല അവർ കുറച്ച് ചെമ്പ് പാത്രങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ചരുവോ ഒരു ഗ്യാസ് അടുപ്പോ ഒക്കെ എടുത്ത് മോട്ടിച്ചിട്ട്. നമ്മുടെ നാട്ടിൽ ഒരു രീതിയുണ്ട്, താനും തിന്ന് തറയിലും കളയുക എന്നാണ് അതിന് പറയുക. അതായത് തനിക്കാക്കി വെട്ടക്കാക്കുക എന്ന് പറയില്ലേ, വെട്ടക്കാക്കി തനിക്കാക്കുക, ഇത് രണ്ടും ഇവരുടെ രീതിയാണ്. ഇവർക്ക് ആരോടെങ്കിലും അനിഷ്ടം തോന്നിയാൽ ഇവരെ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നു, ഇവരെ ഇല്ലാതാക്കണം, ഇവർ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് തോന്നിയാൽ അവരെ ഇല്ലാതാക്കാൻ എന്തു മാർഗവും ഇവർ സ്വീകരിക്കും, ഏതറ്റം വരെയും പോകും. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. കുറച്ച് കാര്യങ്ങൾ സെൻസർ ചെയ്ത് എനിക്കിപ്പോൾ പറയാൻ പറ്റും, കുറച്ച് കഴിയട്ടെ, ഞാനിത് എന്താണ് എന്ന് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ നാട്ടിലെ ഇസ്ലാം മത പ്രീണകരായ ആളുകൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് നമ്മൾ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വഴി നമ്മളെ പൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ 9 വഴി അവര് തെരഞ്ഞെടുക്കും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ വായി അവർക്ക് മൂടി കിട്ടിയേ പറ്റൂ. നമ്മുടെ ശബ്ദത്തെ അവർ ഭയക്കുന്നു. അതെ, ഭയപ്പാടിലാണവർ. എന്താ സംശയം? നന്ദി.